പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നവംബർ 11 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാശ്രയിക്കുവാമേ. ഇന്നലെ നമ്മൾ റിവിഷൻ ഓഫ് ഫെയ്ത്താണ് കണ്ടത്. ബ്ലാക്ക് ഔട്ട് കാലങ്ങളിൽ, വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. എന്താണ്? റിക്കോൾ ദ പാസ്റ്റ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോണത്, അതിനെ നമ്മൾ വിളിച്ചത് റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്നാണ്. അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക, അതാണ് റിവിഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്താണ്. റിവാലുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം. അപ്പോൾ ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ വാലുവേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രിമ്മ് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് 60 വിചാരിച്ചോ, അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ, അല്ലെങ്കിൽ കട്ട് ഓഫ് 50, ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 49, 48 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആൾക്കാരെ നേരിട്ട് ചോദിക്കും, അച്ഛാ റീവാലുവേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. കാര്യം ബ്രിമ്മിലാണ് നിൽക്കണത്. ചിലപ്പോൾ കൊടുത്താൽ 2 മാർക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതണ്ടല്ലോ. അപ്പം അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പുനർമൂല്യനിർണയം. അതായത് റീവാലുവേഷൻ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയാണല്ല റീവാലുവേഷൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ, ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഇടപെടലേ ഉണ്ടാകുന്നൊരു നേട്ടം എന്താണെന്നറിയാമോ? ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. മനസ്സിലായില്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ദൈവത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു മെച്ചം. വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മണിക്കൂറിന് ചിലപ്പോഴും $10 വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോളർ ഇവിടെ വരുമ്പോൾ 10,000 രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന്. അത് മനസ്സിലായത്? അപ്പോൾ അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണയത്തിൽ വരണത്. പാസ്റ്റ് എന്ന സംഭവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല. എവർ പ്രസൻറ്റാണ് ഉള്ളത്. എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാകാഞ്ഞത് കൊണ്ടോ, വിശ്വാസത്തിൽ ആഴപ്പെടാഞ്ഞത് കൊണ്ടോ, സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും. പരിക്കുകളല്ല, വീക്ക് ടൈം ഉണ്ടാകും. നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദൈവദൃശ്യത്തിന് കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേഗുല കാലങ്ങളില്ലേ, നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ അടുത്ത് ഉള്ളത്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല. നമുക്ക് തരുന്നത് കുരിശാണ്. കുരിശിൽ നമ്മൾ തരുന്ന കുരിശിൽ അത് ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, എവിടെ നിന്നാകാം. നമുക്ക് തരുന്ന ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ്. അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ, വെള്ളം വേറെ, ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി ആൻഡ് സബ്മിഷൻ, ഡെഡിക്കേഷൻ. തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ 3 വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യൂൻ ഓഫ് പ്രൂഡൻസ്, ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയണത് അതിൻ്റെ കിങ്ങാണ്. ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ, കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത്. പക്ഷേ
അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ ഈ എംപറർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? സമർപ്പണമാണ്. സമർപ്പണം. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പോൾ, കുരിശ് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും. നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത ദിവസമായിരിക്കും അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത്. നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും. കാര്യം അവർക്ക് വേറെ പല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ. അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണം എവിടെ ഇരിക്കും? എളിതരം ഉള്ളിടത്ത് വാദം കൊച്ചാന്ന് പഴമക്കാർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ഔട്ട് ബസ് ചെയ്യും. ചിലപ്പോൾ അമ്മയായിരിക്കും, അമ്മയായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുവന്ന് അവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം ഡംപ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അതുപോലെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റിവാലുവേഷൻ ഓഫ് ഫെയ്ത്താണ്. എന്ന് വെച്ചാൽ പീഡിതകാലത്തെ മേഖലകാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട്, സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ്. ഈ മൂല്യം ഇപ്പം നീ വേഗലകാലത്ത് കൈവരിച്ച സുവിശേഷ മൂല്യമില്ലേ, ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ്. ഈ സർപ്ലസ് മൂല്യം സഹായിക്കണം എവിടെയാണെന്ന് അറിയാവുക? കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ഭൂതകാലത്ത് എവിടെയെങ്കിലും കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു.